മാറുന്നതിനനുസരിച്ച് അവരുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറ്റം വരണമെന്നും അവരുടെ ചിന്തകളെയും അവരുടെ ആദർശങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യണമെന്നും ഒക്കെ വ്യാസനും വാത്മീകിയും ഒക്കെ ചിന്തിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ന് പല കൃതികളും ഉണ്ടായത്. ഈ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്കറിയില്ല. എന്റെ സിനിമയുടെ പ്രശ്നം ഇതായിരുന്നു. ഇവിടെ എബ്രഹാമായിരുന്നു. ജാനകി എബ്രഹാമിനോട് പോയിടത്താണ് ഈ പ്രശ്നം തുടങ്ങിയത്. ഈ വിഷയം വന്നപ്പോഴേ ഞാൻ 23-ാം തീയതി സിനിമാ സംഘടനയിൽപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. എന്നെ ഒന്ന് സഹായിക്കണം. കാരണം അദ്ദേഹത്തിന് പലരും ഈ നമ്മുടെ സിഇഒയും ചെയർമാനെയും ഒക്കെ നേരിട്ട് പരിചയമുള്ളതുകൊണ്ട് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാനായിട്ട് അദ്ദേഹത്തോട് ഞാൻ വിളിച്ചു. മിനിസ്ട്രി ഞാൻ കത്തുകൾ അയച്ചു. പല വാതിലുകളും മുട്ടി, എങ്ങും തുറന്നില്ല. സഹായ ഹസ്തവുമായി വന്ന പലരും അവസാനം എന്റെ ഫോൺ എടുക്കാതായതാണ്. അവസാനം ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയെന്ന് പോലെ എന്റേത്. ഇതിനകത്ത് സൂപ്പർ താരങ്ങളുമില്ല. എന്റെ സിനിമ വലുതാകുന്നത് മുഖങ്ങൾ കൊണ്ടല്ല, അതിന്റെ പ്രമേയം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തേനുമായി നടക്കുന്ന സമയത്ത് തേനിന്റെ രുചി മാറുമെന്ന് കരുതി എന്റെ പുറത്തൊരു ലേബൽ ഒട്ടിച്ചിട്ട് എന്റെ സത്ത കളയാവുന്ന ആരെങ്കിലും ശ്രമിച്ചാൽ അത് നടക്കില്ലെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ജാനകി ജയന്തിയായിട്ട് മാറിയത്. എന്തൊക്കെ ലേബൽ ഒട്ടിച്ചാലും, എന്റെ പുസ്തകത്തിന്റെ മേളിൽ ഒരു സ്റ്റാപ്പിൾ ചെയ്ത് എന്തെങ്കിലും ഒട്ടിച്ചാലും അതെന്റെ കണ്ടന്റിനെ മാറ്റില്ല എന്നൊരു ഉറച്ച വിശ്വാസം കൊണ്ടാണ് ജാനകി ജയന്തിയായി മാറിയത്. എന്റെ പ്രശ്നം ഇവിടെ അവസാനിക്കുന്നില്ല. ഞാനൊരു പത്രസമ്മേളനം വിളിക്കും JSK റിലീസ് ചെയ്തതിനു ശേഷം. എനിക്ക് പറയാനുള്ളത് തെളിവോടുകൂടി ഞാൻ അവിടെ നിരത്തുന്നു. കാരണം ജാനകി ഒരിക്കലും ആർക്കും ഒരു പ്രശ്നമല്ല. ഇവിടെ പ്രശ്നം മറ്റെന്തോ ആണ്. അത് സർക്കാർ ചെയ്യുന്നതാണോ വ്യക്തി ചെയ്യുന്നതാണെന്നുള്ളത് നമ്മൾ ചോദിച്ചറിയേണ്ടതാണ്. അത് പിന്നീട് നമുക്ക് സംസാരിക്കാം. എന്തായാലും വളരെയധികം വേദനയോടെയാണ് ഞാൻ ഇന്ന് ഈ പരിപാടി വന്നത്. ഒരിക്കൽ കൂടെ ഈ സംഘടനയെ വരാനും എനിക്ക് 2 വാക്ക് സംസാരിക്കാനും സഹായിച്ച ഉണ്ണികൃഷ്ണൻ സാറിനോടും ബ്ലസ്സി സാറിനോടും, അമ്മയിൽ അംഗമല്ലെങ്കിൽ പോലും ടി ടോമും ജയൻ ചേർത്തലയും കാണിച്ച അലിവിനോടും ഒക്കെ ഞാൻ നന്ദി പറയട്ടെ. ഇതിന് എന്റെ എല്ലാവിധമായ പിന്തുണകളും ഞാൻ അർപ്പിക്കുന്നു. നമസ്കാരം.